Hi friends, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി രണ്ട് തസ്തികകളിലായിട്ട് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള ആരോഗ്യ കേരളത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും അതുപോലെ നഴ്സും എന്ന് പറയുന്ന തസ്തികകളിലേക്ക് രണ്ട് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഇപ്പോൾ കോൺട്രാക്ട് ബേസിലുള്ള ഈ തസ്തികകളിലേക്ക് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്ന് നമ്മൾ നോക്കുന്നത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യുക, തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള ആരോഗ്യ കേരളത്തിലാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 5 വേക്കൻസികളുമായി കോൺട്രാക്ട് ബേസിൽ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി, അതുപോലെ തന്നെ DCA ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ല് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷും മലയാളത്തിലുള്ള ടൈപ്പിംഗ് സ്കില്ലും അറിഞ്ഞിരിക്കണം. 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായ ആളുകൾക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക. മാക്സിമം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. 1/8/2019 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത്. സാലറി ലഭിക്കുക 13,500 ആണ് സാലറി. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ മുഖാന്തരമാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 17/9/2019 മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം. താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 17/9/2019 മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് വേക്കൻസികൾ എത്ര കണക്കാക്കപ്പെട്ടിട്ടില്ല. അതിലേക്ക് കോൺട്രാക്ട് ബേസ് തന്നെയാണ് എടുക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ് ഉള്ള ആളുകൾക്കും ഓർ ജനറൽ നഴ്സിംഗ് വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്കും ഇത് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് താല്പര്യമുള്ള ആളുകൾക്ക് നോക്കാവുന്നതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സായിരിക്കും. 1/4/2019 വെച്ചായിരിക്കും ഏജ് കണക്കാക്കുക. സാലറി വരുന്നത് 17,000 രൂപയാണ്. ഇതിൻ്റെ ഓഫ്ലൈൻ മോഡാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം മുഖാന്തരമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 20/9/2019 ആണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് arogyakeralam.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ 2 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത താൽക്കാലിക ഒഴിവുകൾ. തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.